So the main assets that we use in our daily life means to make some chemical products are hydrochloric acid, sulfuric acid, and nitric acid. These are the three acids that we use daily in our life. Faith, if you are listening, look here and listen. Faith, if you are attending the class, you have to listen. Don't look at that and this and all. Okay. So the most commonly used acids in our daily life are hydrochloric acid, sulfuric acid, and nitric acid. These are used to make many chemical products, maybe fertilizers, paints. We will study what all things we will make with this. First one is hydrochloric acid. We use this hydrochloric acid to make in the industry to dissolve oil bearing rocks. Then oil bearing rocks means we know that oil is not found freely in the nature, not pure oil. അതായത് പ്യൂർ ആയിട്ടുള്ള ഒരു വസ്തുവല്ല നമുക്കറിയാം. എന്താ റിഫൈനറീസിൽ നിന്ന് നമ്മൾ എല്ലാം ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ നമ്മൾ കിട്ടുന്നുണ്ട്, അതുപോലെ പെട്രോളിയം പ്രൊഡക്ട്സ്, ഈ വക വസ്തുക്കളൊന്നും നമുക്ക് പെട്രോൾ, ഡീസൽ ഇങ്ങനെയൊക്കെ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ പോലും ദീസ് ആർ നോട്ട് ഫൗണ്ട് ഫ്രീലി ഓർ പ്യൂർലി ഇൻ ദ നേച്ചർ. അത് കുറെ വസ്തുക്കളുമായിട്ട് മിക്സ് ആയിട്ടൊക്കെ കിടക്കുന്ന വസ്തുക്കളായിരിക്കും. വി ഹാവ് ടു പ്യൂരിഫൈ വിറ്റ്. സി, സോ ദ ഓയിൽ ഇൻഡസ്ട്രി ടു ഡിസോൾവ് ഓയിൽ ബെയറിംഗ് റോക്സ്, ഓയിലുള്ള കല്ലുകളുണ്ട്, വലിയ ഇതൊക്കെ ഉണ്ട്, അതിൽ നിന്നും ഈ ഓയിലൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കണമെങ്കിൽ അതിനുവേണ്ടി ഈ റോക്സ് എല്ലാം ഡിസോൾവ് ആകണം. അതിന് വേണ്ടി സാധാരണ നമുക്കറിയാം, യൂഷ്വലി ഇഫ് യു പുട്ട് എ റോക്ക് ഇൻ ദ വാട്ടർ ഇറ്റ് വിൽ നോട്ട് ഡിസോൾവ്. വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കല്ലൊക്കെ അലുത്ത് പോകുമോ? ഇല്ല. അപ്പൊ ഈ പറയുന്ന ഈ ഓയിൽസ് ഒക്കെ എങ്ങനെയാ ഉണ്ടാകുന്നത്, ഈ ഫോസിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവോ? മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് ഭൂമിക്കടിയിൽ പെട്ടുപോയ ഹ്യൂമൻസ്, ആനിമൽസ് ആൻഡ് അതിന്റെ എല്ലാം ഡെഡ് ബോഡീസ്, പിന്നെ പ്ലാന്റ്സ്, ട്രീസ്, അതെല്ലാം അവിടെ കിടന്ന് വർഷങ്ങൾക്ക് ശേഷം, 1 or 2 not 1 or 2 ഇയേഴ്സിന്, മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് കെമിക്കൽ ചേഞ്ചസിലൂടെയാണ് അതിൽ നിന്ന് ഓയിൽസ് ഒക്കെ ഉണ്ടാകുന്നത്. സോ ഇത്തരം സംഭവങ്ങളൊക്കെ അങ്ങനെ ആകുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ റോക്സ് ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഡിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് യൂസ്ഡ് ടു മാനുഫാക്ചർ കെമിക്കൽസ് സച്ച് ആസ് ഗ്ലൂ. ഗ്ലൂ ഉണ്ടാക്കുന്നത്, ഗ്ലൂ മീൻസ് യുനോ, നമുക്കറിയാം ഗ്ലൂ എന്താണെന്ന് അല്ലേ? ഗ്ലൂ. നെക്സ്റ്റ്, ടു പ്യൂരിഫൈ സോൾട്ട്സ്, സോൾട്ട് പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. വി നോ ദാറ്റ് സോൾട്ട് ഈസ് വി ഗെറ്റ് മോസ്റ്റ് പാർട്ട് ഓഫ് ദ സോൾട്ട് ഈസ് ഫ്രം ദ സീ. സോ സീയിലെ വാട്ടർ എന്ന് പറഞ്ഞാൽ സീയിലെ ഒരുപാട് വസ്തുക്കൾ മിക്സ് ആയിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ പ്യുവർ വാട്ടർ, ഇറ്റ് ഈസ് എ മിക്സ്ചർ. അതിൽ നിന്ന് നമ്മൾ സോൾട്ട് മിക്സ് ചെയ്യുന്ന. ഡു യു നോ ഹൗ വി ഗെറ്റ് സോൾട്ട്? സോൾട്ട് എങ്ങനെ കടൽ വെള്ളത്തിൽ നമ്മൾ എങ്ങനെ സോൾട്ട് ഉണ്ടാക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാവോ? ദിയ, ഡു യു നോ? ഫെയ്ത്ത് ആൻഡ് മരിയ, ഷോൺ? ഓക്കെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഓക്കെ. ഫെയ്ത്തിന് അറിയാവോ? ഓക്കെ. ഹൗ, എങ്ങനെയാണ്? മീൻസ് വെള്ളം ഇങ്ങനെ കല്ലിലൊക്കെ വീണ് കിടക്കുന്ന മണലൊക്കെ വെള്ളം ഇങ്ങനെ അരിച്ചിട്ടല്ലേ മീൻസ്? വെള്ളം അരിച്ചെന്നാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടത്തില്ല ശരിക്കും. വെരി ഗുഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. സോൾട്ട് ഫീൽഡ്സ്, അതായത് ഉപ്പുപാടം എന്ന് പറയും. അതായത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലത്തിലേക്ക് ഒരുപാട് വെള്ളം പമ്പ് ചെയ്യും. അതായത് പമ്പ് ചെയ്യുകയല്ല ശരിക്കും, ആക്ച്വലി അവര് കടലിൽ നിന്നും വെള്ളം ഇങ്ങനെ കനാൽ പോലെ ആക്കിയിട്ട് ഈ കുന്നുപോലെയുള്ള സ്ഥലങ്ങളിലല്ല, പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ, നിരപ്പായിട്ടുള്ള ഫീൽഡ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അവര് ആക്കിയിട്ട് അതിന് ബണ്ടൊക്കെ കെട്ടി വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും, സീ വാട്ടർ. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് due to the heat of the sun, the water gets evaporated. So all the water from the which are stored in the field will evaporate and will go into the atmosphere. Then salt will deposit down. അതിൽ ഒരുപാട് വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഇങ്ങനെ വീടും. എന്നിട്ട് സണ്ണിന്റെ ഹീറ്റ് കാരണം എന്ത് ചെയ്തും, അല്ലെങ്കിൽ കുറെ വെള്ളം മണ്ണിലേക്ക് അങ്ങ് പോകും അല്ലെ? അപ്പോൾ ഈ ഹീറ്റ് ചെയ്ത സമയത്ത് only the water will evaporate, but salt will not evaporate. Salt will deposit down, ഡംപ് ചെയ്യും, അവിടെ തന്നെ കിടക്കും. എന്നിട്ട് ആ സോൾട്ട് പിന്നെ എടുത്തോണ്ട് വന്നിട്ട് നമുക്കറിയാം ഇറ്റ് ഈസ് നോട്ട് പ്യുവർ സോൾട്ട്. അത് പിന്നെ പ്യൂരിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഉപ്പ് അങ്ങനെ തന്നെ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സോൾട്ട് വി ആർ യൂസിങ് ആസ് എ ഫുഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വസ്തുവാണ് അല്ലെ? സോ
സോ അത് നമ്മുടെ ബോഡിയിലേക്ക് പോകുന്നതാണ്. ഇഫ് ദ സോൾട്ട് ഈസ് നോട്ട് പ്യൂരിഫൈഡ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. സോ ഇങ്ങനെയാണ് നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ ഈ തമിഴ്നാട്, അതായത് കടലുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തോട്ട് നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാകാം. ഈ തമിഴ്നാട്ടിലൊക്കെ പോകുന്ന സമയത്ത്, വേളാങ്കണ്ണിക്കൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഉപ്പുവെള്ളം കയറ്റിയിട്ടുണ്ടാകും. ആക്ച്വലി ഐ വാസ് നോട്ട് നോയിങ് ഫോർ വാട്ട് ദിസ് ഈസ് യൂസിങ്. then people explained that this അങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ചു കയറ്റി വലിയ കണ്ടം പോലെയാണ് കുറേ സ്ഥലത്ത്. അപ്പം എന്താണ് ഈ വെള്ളമെല്ലാം സൂര്യന്റെ ചൂട് കൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ 1 or 2 weeks കഴിയുമ്പോഴത്തേനും വെള്ളമെല്ലാം ഇവാപറേറ്റ് ചെയ്ത് പോകും. ആ ഇവാപറേറ്റ് ചെയ്ത് പോകും. ബട്ട് സോൾട്ട് വിൽ റിമെയിൻ ബാക്ക് ഡൗണിൽ താഴെ കിടക്കും. അത് പിന്നെ പ്യൂരിഫൈ ചെയ്താണ് എടുക്കുന്നത്. ഓക്കെ. So to purify the salts, to remove scales, that is the deposit formed inside boilers in various industries, the process is known as descaling. So hydrochloric acid is used as to remove the scales. Scales means the stains, thick stains. കട്ടിയുള്ളത് നമുക്കറിയാം. ഈ കെമിക്കൽ റിയാക്ഷൻസ്, കെമിക്കൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ അതിന്റെ കുറെ വേസ്റ്റുകളും അതെല്ലാം ചേർന്നിട്ട് സ്റ്റെയിൻസ് ഉണ്ടാകും, കറയുണ്ടാകും. ചില പാത്രങ്ങൾ അത് ഉപയോഗിക്കുന്ന, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളിലെല്ലാം കടും കളറിലുള്ള സ്റ്റെയിൻ ഒക്കെ ഉണ്ടാകും. പിന്നെ അത് നമ്മൾ സാധാരണഗതിയിൽ വാഷ് ചെയ്താലൊന്നും പോകത്തില്ല. ഞാൻ പറഞ്ഞു earlier some people used this acids and all to clean the toilets and all, closets and all, isn't it? അപ്പം ചില സ്റ്റെയിനുകൾ നമ്മൾ സാധാരണ എന്താ പറയുന്ന സാധാരണ നമ്മുടെ ഡിറ്റർജന്റോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ച് ലോഷൻസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് ഈസിലി ആയിട്ട് പോകും. ബട്ട് തിക്ക് ആയിട്ടുള്ള സ്റ്റെയിൻസ് വിൽ നോട്ട് ഗോ. സോ ഇവിടെ നമുക്കറിയാം കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്ന ഫാക്ടറികളെ അവരുപയോഗിക്കുന്ന, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളിലൊക്കെ ഭയങ്കരമായിട്ട് എന്തുണ്ടാകും, സ്റ്റെയിൻസ്. അത് പോകത്തില്ല. സോ ടു റിമൂവ് ദോസ് തിങ്സ്, stains, deposits are formed inside boilers in various industries. ഇൻഡസ്ട്രിയിലുള്ള അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളിലൊക്കെ സ്റ്റെയിൻ ഉണ്ടാകും. സോ ടു റിമൂവ് ദാറ്റ് സ്റ്റെയിൻസ് വി യൂസ് ദിസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് and this is known as descaling. Descaling എന്നാണ് ഇത് അറിയപ്പെടുന്നത്. Next use of hydrochloric acid is to make aqua regia. Aqua regia means it consists of 3 parts of hydrochloric acid and 1 part is nitric acid. അതായത് ഈ aqua regia is used to dissolve noble metals such as gold and platinum. Gold, platinum എന്നൊക്കെ പറയുന്ന വളരെ പ്രേഷ്യസ് ആയിട്ടുള്ള, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ മെറ്റൽസിനെയൊക്കെ ഡിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അക്വാ റീഗ ഉപയോഗിക്കുന്നത്. ഈ അക്വാ റീഗ മീൻസ് അതിൽ 4% ഉള്ളതിൽ 3% വിൽ ബി സൾഫൂരിക് ആസിഡ് ആൻഡ് 1% വിൽ ബി നൈട്രിക് ആസിഡ്. മനസ്സിലായോ? അതിന്റെ 4 ഭാഗം, സോറി 3 ഭാഗം, 3% will be hydrochloric acid and 1% will be nitric acid. And this aqua regia എന്തിനു ഉപയോഗിക്കുന്നത്? പ്ലാറ്റിനം പോലെയുള്ള അല്ലെങ്കിൽ ഗോൾഡ് പോലെയുള്ള വസ്തുക്കളെ ഡിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഡിസോൾവ് നോബിൾ മെറ്റൽസ് എന്ന് വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് അല്ലെ, ഗോൾഡ്, പ്ലാറ്റിനം ഒക്കെ. വജ്രം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതല്ലേ. ഓക്കെ. Next, sulfuric acid. Sulfuric acid is one of the most widely used chemicals in industries. So in most of the chemical industries, sulfuric acid is used. Its main uses are as follows: to manufacture fertilizers as ammonium sulfate and super sulfate. So നമുക്കറിയാം മാനൂർ എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? അമോണിയം സൾഫേറ്റ് എന്നൊക്കെ പറഞ്ഞ ഫെർട്ടിലൈസേഴ്സ് ആണ്. For what we are using these fertilizers? Why do farmers add fertilizers to their crops? എന്തിനാണ് ക്രോപ്സിലേക്ക് ഈ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുന്നത്? To get better crops. അതില് ക്രോപ്സിന് ലാക്സ് ആയിട്ടുള്ള, അതായത് കുറവായിട്ടുള്ള മിനറൽസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത്. സോ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് ammonium sulfate and super phosphorus are made by this sulfuric acid. ഇത്തരം, അതായത് ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സൾഫൂറിക് ആസിഡ് ഉപയോഗിക്കുന്നു. മെയിൻലി അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ഇൻ ഓട്ടോമൊബൈൽ ബാറ്ററീസ്. നമുക്കറിയാം ഓട്ടോമൊബൈൽസിൽ ബാറ്ററി, നമ്മുടെ വീട്ടിലുള്ള വണ്ടിയിലൊക്കെ ഒരു ബാറ്ററി ഉണ്ടാകും ചാർജ് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നിങ്ങളുടെ വീട്ടില് ബൈക്ക് ഓർ കാർ ഓർ സംതിങ് വിൽ ബി ദർ, വെഹിക്കിൾ വിൽ ബി ദർ. സോ അതിനൊക്കെ ഒരു ബാറ്ററി ഉണ്ടാകും.
അപ്പൊ അങ്ങനെയുള്ള ഓട്ടോമൊബൈൽ ബാറ്ററീസില് അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സൾഫൂറിക് ആസിഡ് ഈസ് യൂസ്ഡ്. Next, to manufacture detergents. What is the meaning of detergent? Detergent means the things are used to clean the things, washable things like soap and all. Soap solutions, soap powders, means washing powder and all. Isn't it? Detergent. കഴുകുന്നതിന് വേണ്ടി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഡിറ്റർജന്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഡിറ്റർജന്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടി സൾഫൂറിക് ആസിഡ് ഈസ് യൂസ്ഡ്. Next, to manufacture drugs, plastic, paints, etc. Drugs means here drugs doesn't means cocaine and all. Cocaine മാത്രമല്ല ഇവിടെ drugs എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രഗ്സ് ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സൾഫൂറിക് ആസിഡ് ഈസ് യൂസ്ഡ്. ആൻഡ് പെയിന്റ്, നമുക്കറിയാം നമ്മുടെ വീടിനൊക്കെ പെയിന്റ് ഉണ്ടാക്കുന്നു, കെമിക്കൽ ആണ് അല്ലേ. സോ സൾഫൂറിക് ആസിഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് paints and plastics also. So ഈ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കെമിക്കൽ നമ്മൾ പ്ലാസ്റ്റിക്കിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് എന്ന് പറയും. നമ്മുടെ വീട്ടിലെ മോസ്റ്റ് ഓഫ് ദ ഫുഡ് പ്രൊഡക്ട്സ് വി പുട്ട് ഇൻ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്. നമ്മുടെ വീട്ടിലുള്ള കിച്ചണിൽ നോക്കി അറിയാം, നമ്മുടെ വീട്ടിലുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ, then bakery items, rice powder, almost all things we keep in a plastic vessels, plastic tins or carriers. But we know that plastic is not good for health. പക്ഷെ നമുക്കറിയാം പ്ലാസ്റ്റിക് നമ്മുടെ ഹെൽത്തിന് നല്ലതുമല്ലെന്നറിയാം. Why? It is made up of many chemical things. പല കെമിക്കൽസ് സാധനങ്ങൾ ഉപയോഗിച്ച, പക്ഷെ നമുക്ക് we cannot avoid those things also. പുതിയൊരാൾ കയറിയേക്കുന്നേ, ദിയ കയറിയതാണോ? ദിയ ഉണ്ടല്ലോ, വേറൊരാളാണോ? ആശിക്കായിരിക്കും അല്ലേ. So sulfuric acid is used to make chemical things like drugs, paints, then plastics and all. Then to manufacture several chemicals such as copper sulfate, Epsom salts and all. പേര് മാറ്റി ആശിക്കേ. Okay, leave it. No need to change now. Okay. So ഈ കോപ്പർ സൾഫേറ്റ്, എപ്സം സോൾട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി സൾഫൂറിക് ആസിഡ് ഈസ് യൂസ്ഡ്. ഇൻ ടെക്സ്റ്റൈൽസ്, പേപ്പർ ആൻഡ് ലെതർ ഇൻഡസ്ട്രീസ്. We know that we have leather industries means mostly we are making bags, shoes and all. ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ടെക്സ്റ്റൈൽസ്, മേക്കിംഗ് ക്ലോത്ത്. ക്ലോത്തിൽ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ പോലും ദാറ്റ് ഈസ് നാച്ചുറൽ ഫൈബർ ഉപയോഗിച്ചിട്ടാണ് കോട്ടൺ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത് എങ്കിൽ പോലും സം കെമിക്കൽ മെറ്റൽസ് ആർ യൂസ്ഡ് ഇൻ ദാറ്റ്. ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ് ലൈക്ക് പോളിസ്റ്റർ ആൻഡ് ഓൾ ആർ മെയ്ഡ് ബൈ സൾഫൂറിക് ആസിഡ്. Okay, so the uses of sulfuric acid are to make fertilizers like ammonium sulfate and superphosphate, then to automobile batteries, and to make detergents, and to make drugs, plastics, paints, and chemicals like copper sulfate and Epsom salts, and in textiles, paper and leather industries. Okay, so sulfuric acids are used in many ways. And the third one is nitric acid. Nitric acid ന്റെ ഒരു യൂസ് നമ്മളിപ്പോ നേരത്തെ പഠിച്ചു. എന്ത്? അക്വാറിയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 3% ഹൈഡ്രോക്ലോറിക് ആസിഡ്, 1% nitric acid ഉപയോഗിക്കുന്നു നമ്മൾ പഠിച്ചു അല്ലേ? To dissolve noble metals like gold and platinum. So other uses to make fertilizers such as ammonium nitrate. അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്ന വേറൊരു ഫെർട്ടിലൈസർ ആണ്. നിങ്ങൾ ഫാർമേഴ്സ്, നിങ്ങളുടെ വീട്ടിൽ ഞാൻ ബിഗിനിങ് പറഞ്ഞായിരുന്നു, നിങ്ങളുടെ വീടിനടുത്തുള്ള ഫാർമേഴ്സിനോടൊക്കെ ചോദിക്കണം എന്തൊക്കെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ദേ യൂസ്. നിങ്ങൾ ആരും ചോദിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലെ? അന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഫാർമേഴ്സ് നിയർ യുവർ ഹൗസ്, ഓർ ഇഫ് യുവർ പേരന്റ് ആർ ഫാദർ ഓർ മദർ ഓർ ഗ്രാൻഡ് പേരൻസ് ആർ ഫാർമേഴ്സ്, യു ക്യാൻ ആസ്ക് ദം the names of the chemical fertilizers that you use. We don't think that all the for all crops one type of chemical fertilizer is using. അതായത് ഒരു ക്രോപ്പിന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ക്രോപ്പിനും ഒരേ തരത്തിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കേണ്ട. എല്ലാത്തിനും വ്യത്യസ്ത തരത്തിലുള്ള പല തരത്തിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആർ there.
ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അമോണിയം സൾഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്, ഇനിയാണ് അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം വെജിറ്റബിൾസിന് കിട്ടുന്ന പച്ചക്കറികൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ ഫെർട്ടിലൈസർ അല്ല നമ്മൾ പിന്നെ ഫ്രൂട്ട്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വലുതാകുന്നത് മരം ചെടിയൊക്കെ വലുതാകുന്നത് നമ്മുടെ പിന്നെ വാഴയൊക്കെ വളരുന്നതിന് വേണ്ടിയിട്ടോ അല്ല റബ്ബറിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് എല്ലാം വ്യത്യസ്തമാണ്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആർ there. So sulfuric acid is used to make ammonium sulfate and phosphate, superphosphate. But nitric acid is used to make a fertilizer like ammonium nitrate. പച്ചക്കറിക്കും പൂവിനും ഒക്കെ പലതരത്തിലുള്ള അതായത് പൂച്ചെടിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ അല്ല വളമല്ല നമ്മൾ പച്ചക്കറി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ നമുക്കറിയാം മണ്ണിനടിയിൽ വളരുന്നതിന് കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വേറെ തരത്തിലുള്ള വളമാണ്. അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ fertilizers like ammonium cyanide. Next use of nitric acid is to make explosive such as TNT and nitroglycerin and all. What is the meaning of explosive? Exploiter means what? Which is breaking out. Exploit means what? പൊട്ടിത്തെറിക്കുന്നത്. അത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് nitric acid ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം വലിയ ക്വാറികളിലൊക്കെ പാറമടകളിലൊക്കെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പ്ലോസീവ് തിങ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇനി വേറെ എക്സാമ്പിൾ തന്നെ പറയാം. നിങ്ങളൊക്കെ ദീപാവലിക്കും അല്ലെങ്കിൽ നിങ്ങൾ പടക്കം പൊട്ടിച്ചിട്ടുണ്ടാവും അല്ലെ? ചെറിയ കുട്ടികൾ പോലെ കമ്പിത്തിരി പോലെയുള്ള സാധനം കൈ പിടിച്ച് പൊട്ടിക്കാറുണ്ട്. നോ നീഡ് ടു ഫിയർ. അത് വളരെ 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 ലൈറ്റ് ആയിട്ടുള്ള വസ്തുവാണ് അതിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്കറിയാം വലിയ സംഭവം ഗുണ്ടു പോലെയുള്ള സംഭവങ്ങളുണ്ട്. നിങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിന് അല്ലെങ്കിൽ പള്ളിയിലെ പെരുന്നാളിനൊക്കെ നിങ്ങൾ പടക്കം വെടിക്കെട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ? ആദ്യമൊക്കെ ചൈനീസ് പടക്കം ചെറിയ ചെറിയ രീതിയിലുള്ള ഫസ്റ്റ് ഇതേപോലെ അതിന്റെ ഫൈനലി ലാസ്റ്റ് അവരെന്ത് ചെയ്യുന്നു വലിയ ഗുണ്ടു പോലെ ഭയങ്കര സൗണ്ടുള്ള സാധനം പൊട്ടിക്കും അല്ലെ? കേട്ടിട്ടില്ലേ? അപ്പം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് explosive things are there. So nitric acid is used to make such kinds of explosive like TNT. TNT എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഈ പാറമടയിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ സാധനങ്ങളാണ്. ഓക്കെ, so mami say